വെളിപ്പാട് അധ്യായം 20. അനന്തരം ഒരു ദൂതൻ അഗാധ ഗർത്തത്തിന്റെ താക്കോലും വലിയൊരു ചങ്ങലയും പിടിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. അവൻ പിശാചും സാത്താനും എന്ന പഴയ പാമ്പായ മഹാസർപ്പത്തെ പിടികൂടി 1000 വർഷത്തേക്ക് ബന്ധിച്ചു. 1000 വർഷം തികയുന്നതുവരെ ജനതകളെ വഞ്ചിക്കാതിരിക്കുവാൻ അവനെ അഗാധ ഗർത്തത്തിലേക്ക് എറിഞ്ഞ ശേഷം അവിടം അടച്ചു പൂട്ടി മുദ്രയിട്ടു. അതിനുശേഷം അല്പകാലത്തേക്ക് അവനെ മോചിപ്പിക്കേണ്ടതാണ്. അനന്തരം ഞാൻ സിംഹാസനങ്ങൾ കണ്ടു. അവയിൽ ഇരിക്കുന്നവർക്ക് ന്യായവിധിക്കുള്ള അധികാരം നൽകിയിരിക്കുന്ന യേശുവിനായുള്ള തങ്ങളുടെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തം ശിരച്ഛേദം ചെയ്യപ്പെട്ടവരും മൃഗത്തെയോ അതിന്റെ പ്രതിമയെയോ ആരാധിക്കാതിരുന്നവരും നെറ്റിയിലും കൈകളിലും അതിന്റെ മുദ്ര ഏൽക്കാതിരുന്നവരുമായുള്ളവരുടെ ആത്മാക്കളെയും ഞാൻ കണ്ടു. അവർ ജീവൻ പ്രാപിച്ച് 1000 ആണ്ട് ക്രിസ്തുവിനോടുകൂടെ വാണു. മരിച്ചവരിൽ ശേഷിച്ചവർ 1000 വർഷം തികയുന്നതുവരെ ജീവൻ പ്രാപിച്ചില്ല. ഇത് ഒന്നാമത്തെ പുനരുദ്ധാനം. ഒന്നാം പുനരുദ്ധാനത്തിൽ പങ്കുള്ളവർ അനുഗ്രഹീതരും വിശുദ്ധരുമാകുന്നു. അവരുടെ മേൽ രണ്ടാം മരണത്തിന് അധികാരമില്ല. അവർ ദൈവത്തിന്റെയും ക്രിസ്തുവിന്റെയും പുരോഹിതരായി ക്രിസ്തുവിനോട് കൂടെ 1000 വർഷം വാഴും. 1000 വർഷം പൂർത്തിയാകുമ്പോൾ സാത്താനെ കാരാഗൃഹത്തിൽ നിന്ന് അഴിച്ചുവിടും. അവൻ ഭൂമിയുടെ 4 കോണുകളിലുമുള്ള ജനതകളായ ഗോഗ്, മാഗോഗ് എന്നിവരെ വശീകരിച്ച് യുദ്ധത്തിന് കൂട്ടിച്ചേർക്കുവാൻ പുറപ്പെടും. അവരുടെ സംഖ്യ കടൽപ്പുറത്തെ മണൽ പോലെ അത്രേ. അവർ ഭൂമിയിൽ എല്ലായിടവും സഞ്ചരിച്ച് വിശുദ്ധരുടെ പാളയത്തെയും പ്രിയ നഗരത്തെയും വളയും. എന്നാൽ സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങി അവരെ ദഹിപ്പിച്ചു കളയും. അവരെ വഞ്ചിച്ച പിശാചിനെ, മൃഗത്തെയും കള്ളപ്രവാചകനെയും ഇട്ടിരിക്കുന്ന എരിയുന്ന ഗന്ധകപ്പൊയ്കയിലിട്ട് കളയും. അവരെ വഞ്ചിച്ച പിശാചിനെ, മൃഗത്തെയും കള്ളപ്രവാചകനെയും ഇട്ടിരുന്ന എരിയുന്ന ഗന്ധകപ്പൊയ്കയിലിട്ട് കളയും. അവർ എന്നേക്കും രാപ്പകൽ ദണ്ഡനം അനുഭവിക്കും. പിന്നെ ഞാൻ വലിയൊരു വെള്ള സിംഹാസനവും അതിൽ ഇരിക്കുന്നവരെയും കണ്ടു. അവിടുത്തെ സന്നിധിയിൽ നിന്ന് ആകാശവും ഭൂമിയും ഓടിപ്പോയി. അവയ്ക്ക് പിന്നെ സ്ഥലമുണ്ടായില്ല. മരിച്ചവരെല്ലാവരും, വലിയവരും ചെറിയവരും, സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. പുസ്തകങ്ങൾ തുറന്നു. ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു. മരിച്ചവർക്ക് പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ അവരുടെ പ്രവൃത്തികൾക്കനുസരിച്ച ന്യായവിധിയുണ്ടായി. സമുദ്രം അതിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. മരണവും പാതാളവും അവയിലുള്ള മരിച്ചവരെ വിട്ടുകൊടുത്തു. അവരെല്ലാവരും താന്താങ്ങളുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം വിധിക്കപ്പെട്ടു. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ എറിഞ്ഞുകളഞ്ഞു. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏതൊരാളെയും തീപ്പൊയ്കയിൽ തള്ളിയിടും.